ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ലെമൺ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 സ്പൂണ് ഉഴുന്ന്, 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂണ് നിലക്കടല, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. നന്നായിട്ടിത് മുരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതിനെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നാരങ്ങ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കാൻ, അല്ലെങ്കിൽ കയ്പ്പ് വരും. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകാതെ ശ്രദ്ധിക്കുക, അങ്ങനെയാകുമ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ ചോറ് വേവിച്ച് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോവും. പതുക്കെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബായ്.